So hello guys, welcome back to the video. എല്ലാവർക്കും സ്വാഗതം. So guys, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ JLABSന്റെ Go Air Pop എന്ന് പറയുന്ന ഒരു TWSന്റെ റിവ്യൂ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു TWS അൺബോക്സ് ചെയ്യാം. ആൻഡ് ഈ ഒരു TWS ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബോക്സ്. ഒരു ബ്ലൂ തീമിലാണ് ഈ ഒരു ബോക്സ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഗൈസ്, ഇപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ റേറ്റ് കാര്യം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3249 ആണ്. അതായത് 3249 രൂപയാണ് ഇതിനകത്ത് റേറ്റ് കൊടുത്തിട്ടുള്ളത്. സോ സൈഡിൽ ചെറുതായിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്രയാണ് ഈ ഒരു സൈഡിനകത്തുള്ളത്. സോ താഴെയും കുറച്ച് ചെറിയ രീതിക്കുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഫ്രണ്ടിൽ 32+ hours പ്ലേ ടൈം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഡുവൽ കണക്റ്റും ടച്ച് സെൻസേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ സാധാരണ TWSനേക്കാളും ഇതിൻ്റെ സൈസ് കുറച്ചും കൂടെ സ്മോളറാണ്. അതായത് കുറച്ചും കൂടെ സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇയേഴ്സിനകത്ത് ഫിറ്റ് ആവും. ഓക്കെ, സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് നമ്മൾ TWS ആണ് വന്നിട്ടുള്ളത്. ആൻഡ് അത് നമുക്ക് എടുക്കാൻ വേണ്ടി അതിന് മുമ്പ് ബാക്കി അത് TWS അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് വെച്ച് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഇതിനകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. സോ ഇതിനകത്ത് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് ആൻഡ് അതുപോലെ തന്നെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ആൻഡ് റിഗാർഡിങ് ദ ടച്ച് സെൻസേഴ്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്താൽ മതിയാവും. ആൻഡ് അതുപോലെ തന്നെ വേറൊരു സോ ഗൈസ്, ഇപ്പം ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചാർജിങ് ഇൻസ്ട്രക്ഷൻസും ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആ ഒരു യൂസർ ഗൈഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് നമ്മൾ TWS ആണ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു കളറിലുള്ള TWS ആണ് കിട്ടിയിട്ടുള്ളത്. സോ 5 കളേഴ്സിൽ ഈ ഒരു TWS അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ അത്രയാണ് ഈ ഒരു കളർ സ്കീമിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഇതിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് നോക്കാം. ആൻഡ് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർ ടിപ്സ് ആണ് വന്നിട്ടുള്ളത്. സോ 3 സെറ്റാണ് ഓൾറെഡി. ഒരു സെറ്റ് നമ്മുടെ TWSനകത്ത് ഫിക്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വേറെ 2 സെറ്റ് കൂടെയാണ് അല്ലെങ്കിൽ 2 പെയർ ഓഫ് ഇതുകൂടെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇത്രയാണ് ഈ ഒരു ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ബോക്സിനകത്ത് വേറെ കാര്യമായിട്ട് വേറെ ഒന്നും ഇല്ല. സോ ഇത്ര സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ബോക്സിനകത്ത് ഉള്ളത്. സോ കമ്മിങ് ബാക്ക് ടു ദ TWS. സോ ഇതിനകത്ത് നിങ്ങൾക്ക് മേലെയായിട്ടൊരു ബ്രാൻഡിങ് കാര്യങ്ങൾ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. സോ അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആൻഡ് അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ ചാർജറും കാര്യങ്ങളും കാണാൻ പറ്റും. സോ ഇത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ടാവുക. സോ 2 ഇയർബഡ്സ് നീറ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുണ്ട്. സോ സ്മോളർ സൈസാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാ TWSനേക്കാളും കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ TWS ആണ് ഈ ഒരു TWS എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നിങ്ങൾക്കൊരു ബ്ലൂ LED കാണാനായിട്ട് പറ്റും. സോ അത് നമ്മുടെ കണക്ഷൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇത് പെയർ ചെയ്യുന്നത് നോക്കാം. സോ പെയർ ചെയ്യുന്നതിനായിട്ട് ദിശ നിങ്ങൾ ഈ ഒരു ബോക്സിൻ്റെ പുറത്തോട്ട് ഈ ഒരു TWS എടുക്കുക. ആൻഡ് അതിന് ശേഷം നിങ്ങളുടെ ഫോണിനകത്ത് ബ്ലൂടൂത്ത് ദിശ ഓപ്പൺ ആക്കുക. ആൻഡ് ബ്ലൂടൂത്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം അവൈലബിൾ ഡിവൈസസ് സ്കാൻ ചെയ്യുക. സോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു TWS കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനകത്ത് ഞാനിപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു TWS കണക്ട് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഒരു വട്ടം നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വട്ടമൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് കണക്ട് ആവും. സോ ഗൈസ്, അപ്പം പറയാനുള്ളൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 32 hours പ്ലസ് പ്ലേ ബാക്ക് ആണ് ഈ ഒരു TWSന് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ IPX4 റേറ്റിംഗും ഈ ഒരു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻറ്റ് പ്ലസ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് ഡുവൽ കണക്റ്റ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.1 വേർഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. സോ ആ ഒരു കളേഴ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യാൻ അതിനകത്ത് അവൈലബിൾ കളർ സ്കീംസ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചാർജിങ് അല്ലെങ്കിൽ ചാർജിങ് കേബിൾ ബോക്സിൻ്റെ ഒപ്പം വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് അത്യാവശ്യം ഒരു കിഡിലം ഫീച്ചർ അല്ലെങ്കിൽ ഒരു നൈസ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിപ്പോൾ നമ്മളിപ്പം ചാർജിങ് കേബിൾ മിസ്സാവാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് അത് ചെറുതാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാർജിങ് ഡോക്കിനകത്തോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഡാപ്റ്ററിനകത്തോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അത് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ കിടിലമായിട്ടുള്ള വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.